ഇനി ആലോചന വേണ്ട. കൊമ്പനായിലെ കുഞ്ഞിന് ചേർന്ന തലയെടുപ്പുള്ളൊരു പേര് ഞാൻ പറയാം. ബാറ്റിസ് ടൂട്ട. എന്റെ പേര് മേരാനാം തങ്കച്ചനെ. വെളിവരെ ആര് പറഞ്ഞു? ഇയാളിവിടെ വീണു സാർ. ഇയാളും അയാളും ഇയാളെന്താ തനിക്കെന്താ? മലയാളികളുടെ മഹാനടൻ മധു നവതിയുടെ നിറവിലാണ്. 6 പതിറ്റാണ്ട് നീണ്ട മധുവിന്റെ സിനിമാ ജീവിതം സിനിമാ ആസ്വാദകർക്ക് ഇന്നും ഒരു വിസ്മയമാണ്. നായകനായും പ്രതിനായകനായും മലയാളത്തെ വിസ്മയിപ്പിച്ച നാട്യവിസ്മയം, അബ്രപാളിയിലെ ക്ഷുഭിത യൗവനം, കറുത്തമ്മയെ പ്രണയിച്ച പരീക്കുട്ടിയും ആ നഷ്ടപ്രണയവും ഇന്നും മലയാളികളുടെ തീരാ നോവാണ്. പകർനാട്ടങ്ങളിലൂടെ ആസ്വാദക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മലയാളത്തിന്റെ മഹാനടൻ നവതിയുടെ നിറവിലും യൗവനത്തിന്റെ പ്രസന്നതയിലാണ്. നവതിയുടെ നിറവിലെത്തിയ മലയാളത്തിന്റെ സ്വന്തം മധുവിന്റെ ജീവിതം ഒരു സുന്ദര ചിത്രം പോലെ മനോഹരമായിരുന്നു. നീ ഇപ്പൊ കക്കാനും തുടങ്ങിയെന്ന് കേട്ടു. അയ്യോ, ദേഷ്യമെന്ന നീ തല്ലുവല്ലേ? എന്നാ തല്ലടാ. നിന്നെ തല്ലി തോൽപ്പിക്കുന്നവർ പറയുന്നല്ലേ നീ കേൾക്കൂ. എന്നാ വാടാ, ഞാൻ തല്ലി തോൽപ്പിക്കാം. ഗെറ്റ് മീ ലിബറേറ്റഡ് വൈൽഡ് ബോയ്. പകലടിക്കണം കള്ള. ഏത് അണ്ണന്റെ ഇഷ്ടം. തലസ്ഥാനത്തെ ഗൗരീശപ്പട്ടത്ത് 1933 സെപ്റ്റംബർ 23 തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമ്മയുടെയും മൂത്ത മകനായി മാധവൻ നായർ എന്ന മധു ജനിക്കുന്നത്. കുട്ടിക്കാലത്തെ നാടകം ഹൃദയത്തോട് ചേർത്ത് കെട്ടിയിരുന്ന കൊച്ചു മാധവന് 7ാം വയസ്സിൽ VJT ഹാളിൽ വെച്ചായിരുന്നു മനസ്സിലേക്ക് നാടകം ഒരു വിസ്മയ കാഴ്ചയായി വിരുന്നെത്തിയത്. പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നാടകാഭിനയവും രചനയുമായി നാട്ടിലെ കലാസമിതിയുടെ അരങ്ങുകളിൽ നിറഞ്ഞ മധു എന്ന നാടക നടനെ ഗൗരീശപ്പട്ടത്തെ പഴയ തലമുറ ഇന്നും ഓർക്കുന്നുണ്ട്. ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA ബിരുദവുമായി എത്തിയ മധു കോളേജ് അധ്യാപകന്റെ വേഷത്തിൽ ജീവിതയാത്ര തുടരുമ്പോഴും നാടകത്തെ കൈയൊഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പരസ്യം പത്രത്തിൽ കണ്ട അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അധ്യാപക ജോലി രാജിവെച്ച് ഡൽഹിയിലേക്ക് തിരിച്ചു. പിന്നീട് മലയാള സിനിമയിൽ സത്യനും നസീറും കിരീടം വെച്ച രാജാക്കന്മാരായി നിറഞ്ഞു നിന്ന സമയത്താണ് മധുവിൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. 1963 NN പിഷാരടിയുടെ നിണമണിഞ്ഞ കൽപ്പാടുകളിലെ പട്ടാളക്കാരൻ സ്റ്റീഫനായി ആരംഭിച്ച ആ അഭിനയ ജീവിതം ഇന്ന് 6 പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. സിനിമയിലെ പ്രേം നസീറിൻ്റെ നായക കഥാപാത്രത്തെ വെല്ലുന്ന പ്രകടനം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പിന്നീട് മധുവിനെ തേടി സിനിമകളുടെ പ്രവാഹമായിരുന്നു. കുട്ടിക്കുപ്പായം, ഭാർഗവി നിലയം, മുറപ്പെണ്ണ, കാട്ടുപൂക്കൾ, ഈറ്റ, തീക്കനൽ, അഭിനയ സാധ്യതയുടെ ഒരു വലിയ ലോകം മധുവിൻ്റെ മുന്നിൽ അങ്ങനെ തുറന്നു. എങ്കിലും മലയാളി പ്രേക്ഷകൻ മധുവിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചത് ചെമ്മീനിലെ പരീക്കുട്ടിയിലൂടെയാണ്. രമണനും ദേവദാസുമെല്ലാം കണ്ണീരണിയിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ നിരാശാകാമുകന്മാർക്ക് ഇന്നും പരീക്കുട്ടിയുടെ മുഖമാണ്. വിഷാദനായകന്റെ ഭാവങ്ങൾക്ക് മധു അങ്ങനെ പൂർണ്ണതയേകി. പ്രണയ നൈരാശ്യത്തിന്റെ ഏറ്റവും തീവ്രമായ ഭാവങ്ങൾ മലയാളികൾ പരീക്കുട്ടിയിലൂടെ കണ്ടു. ഒരിക്കലും അടങ്ങാത്ത കടലിലെ ഓളം പോലെ കരളിൽ നിറയെ മോഹവുമായി പുറക്കാട് കടപ്പുറത്ത് കറുത്തമ്മയെ തേടിയലഞ്ഞ പരീക്കുട്ടി എന്ന ദുരന്ത നായകൻ നടന്നു കയറിയത് മലയാള സിനിമാ ആസ്വാദകരുടെ ഹൃദയത്തിലേക്കാണ്. ആ കാശ് തന്നിട്ട് കല്യാണവും കഴിഞ്ഞ് കറുത്തമ്മ പോകും അല്ലേ? എന്നെ വിട്ടിട്ട് പോകാൻ കറുത്തമ്മയ്ക്ക് സാധിക്കുമോ? കറുത്തമ്മേ, പ്രണയ നൈരാശ്യം മാത്രമല്ല, ഒട്ടേറെ ഭാവങ്ങളും വികാരങ്ങളും മലയാള തട്ടിന്റെ ഭാവാഭിനയ ചക്രവർത്തിയുടെ മുഖത്ത് വീണ്ടും മിന്നിമറഞ്ഞു. ഭാർഗവി നിലയത്തിലെ സാഹിത്യകാരൻ, ഉമ്മാച്ചുവിലെ മായൻ, ഓളവും തീരത്തിലെ ബാപ്പൂട്ടി, നാടൻ പ്രേമത്തിലെ ഇക്കോരൻ, ഏണിപ്പടികളിലെ കേശവപിള്ള, കള്ളിച്ചെല്ലമ്മയിലെ അത്രാങ്കണ്ണ, ഇതാ ഇവിടെ വരെയിലെ പൈലി, തീക്കനലിലെ കള്ളക്കടത്തുകാരൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിൻ്റെ സെല്ലുലോയിഡിൽ മധു പകർന്ന ഭാവതീക്ഷ്ണതകൾ സുവർണ ലിപികളിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമയുടെ ഫ്രെയിമുകളിൽ മധു എന്ന പ്രതിഭ കടന്നു പോകാത്ത മേഖലകൾ നന്നേ കുറവാണ്. പക്ഷേ കാലം മധുവിലെ നടനെ വിലയിരുത്തുന്നത് പകർന്നാടിയ കഥാപാത്രങ്ങളുടെ പേരിലായിരിക്കും. തകഴി, ബഷീർ, MT, പാറപ്പുറത്ത്,
SK പൊറ്റക്കാട്, തോപ്പിൽ ബാസി, ഉറൂബ്, കേശവദേവ്, മലയാറ്റൂർ, അങ്ങനെ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരുടെ രചനകളിൽ പിറവികൊണ്ട കരുത്തുറ്റ ആൺജീവിതത്തിന് അഭ്രപാളിയിൽ ഭാവം പകരുവാനുള്ള നിയോഗം ഏറെയും കൈവന്നത് മധുവിനായിരുന്നു. ക്യാമറയുടെ മുന്നിലുള്ള അഭിനയത്തിൽ മാത്രമായിരുന്നില്ല മധു തൻ്റെ മികവ് കാട്ടിയത്. സംവിധായകൻ, നിർമ്മാതാവ്, സ്റ്റുഡിയോ ഉടമ എന്നിങ്ങനെ സിനിമകളുടെ പല മേഖലകളിൽ അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചു. 1970 പുറത്തിറങ്ങിയ പ്രിയ ആയിരുന്നു അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. സിന്ദൂരച്ചെപ്പ്, സതി, നീലക്കണ്ണുകൾ, മാന്യശ്രീ വിശ്വാമിത്രൻ, അക്കൽദാമ, കാമക്രോധം മോഹം, തീക്കനൽ, ധീരസമീരെ യമുനാ തീരെ, ആരാധന, ഒരു യുഗസന്ധ്യ, ഉദയം പടിഞ്ഞാറ് എന്നിവയും അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. സതി, അക്കൽദാമ, തീക്കനൽ എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. മാന്യശ്രീ, വിശ്വാമിത്രൻ, സംരംഭം തുടങ്ങിയ ചിത്രങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചത്. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത പ്രിയ, സിന്ദൂരച്ചെപ്പ് എന്നിവ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയിരുന്നു. മധുവിന് വയസ്സാവും തോറും മലയാള സിനിമയ്ക്ക് കൂടിയാണ് വയസ്സാകുന്നത്. മലയാള സിനിമയുടെ കാരണവർ എന്ന നിസ്സംശയം വിളിക്കാൻ കഴിയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ. നീണ്ട 60 വർഷത്തെ സിനിമാ ജീവിതത്തിൽ കേവലം നായിക കഥാപാത്രമായി മാത്രം ഒതുങ്ങി നിൽക്കാതെ വില്ലനായും സഹനടനായും അച്ഛനായും അമ്മാവനായും തിരശ്ശീലയ്ക്ക് പുറത്ത് സംവിധായകനായും ഗായകനായും നിർമ്മാതാവായും അദ്ദേഹം നിറഞ്ഞു നിന്നു. കാലം മാറുന്നതിനൊപ്പം ചെയ്യുന്ന വേഷങ്ങളും മാറാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. അതിനാൽ മധു എന്ന നായക നടനെ മനസ്സിൽ കുടിയിരുത്തിയ പ്രേക്ഷകർ അദ്ദേഹത്തിലെ അച്ഛനെയും മുത്തച്ഛനെയുമെല്ലാം സസന്തോഷം സ്വീകരിച്ചു. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളേ മലർമിഴിയാളേ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. നവതിയുടെ നിറവിലാണെങ്കിലും സ്റ്റിൽ യങ് എന്ന് തോന്നിപ്പിക്കും അദ്ദേഹത്തിൻ്റെ സംസാരവും അതിലെ വാക്ചാതുര്യവും. ഷഷ്ടിപൂർത്തിയും സപ്തതിയും നവതിയുമൊക്കെ കൊണ്ടാടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ മധുവില്ല. പക്ഷേ ഒരു ജീവിതം സ്വാർത്ഥമായി ജീവിച്ചു കാണിക്കുകയാണ് മധു. തലമുറകളും തരംഗങ്ങളും മാറി മറിഞ്ഞപ്പോഴും അതിലൊന്നും നിരാശനാകാതെ തനിക്ക് ലഭിക്കുന്ന വേഷങ്ങൾ അതിരേതുമില്ലാതെ ആടിത്തിമിർക്കുകയാണ് മധു. 6 പതിറ്റാണ്ടിലേറെയായി മധു മലയാള സിനിമയുടെ കാരണവരായി നിലകൊള്ളുകയാണ്. പുതിയ തലമുറയിലെ സിനിമാക്കാർക്ക് ഒരു വലിയ തുറന്ന പാഠപുസ്തകമായി. മലയാളത്തിൻ്റെ മഹാനടന് യോഗനാഥൻ ന്യൂസിൻ്റെ പിറന്നാൾ ആശംസകൾ.